ഇത് ഡോൾഫിൻ വാച്ചിങ്ങിന് മസ്കറ്റിൽ, ഒമാനിലെ മസ്കറ്റിൽ ഞങ്ങൾ മെയ് മാസത്തിൽ പോയതാണ്. ഒരു വെക്കേഷൻ, ഇവരുടെ സ്കൂളിൽ വെക്കേഷനായിട്ടൊരു വെക്കേഷൻ ട്രിപ്പ് എന്നുള്ള രീതിയിൽ 1 ഡേ പ്ലാൻ ചെയ്ത് പോയതാണ്. ഞാനും മോളും പിന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അന്ന് വെക്കേഷൻ, സ്കൂൾ വെക്കേഷൻ മാത്രമല്ല, ഒരു ഹോളിഡേയും കൂടെ ആയിരുന്നു, പബ്ലിക് ഹോളിഡേ. സോ വലിയ റഷ് ഉണ്ടായിരുന്നു, ഒരുപാട് തിരക്കായിരുന്നു. ഈ കാണുന്ന ബോട്ടിലെല്ലാം ആൾക്കാർ കയറാനിരിപ്പുണ്ട്. ഓൾറെഡി കുറേ ബോട്ട്സ് പോയിട്ടുണ്ട്. ഇത് മസ്കറ്റിൽ റുവിയിൽ കുറച്ചുകൂടെ അകത്തേക്ക് പോകുമ്പോഴത്തേക്കുള്ള ലൊക്കേഷനാണ്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് സൈഡിൽ ഒരുപാട് ബോട്ട്സ് കാണാം. ഓൾറെഡി ഇതുപോലെ ഒരുപാട് ബോട്ട്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സീയുടെ ഉള്ളിലേക്ക് പോവാണ്. ഡോൾഫിൻ വാച്ചിങ് മാത്രമല്ല, ഡോൾഫിൻ വാച്ചിങ്ങിലാണ് ഞങ്ങളിപ്പോൾ ചെന്നിരിക്കുന്ന. ഒരുപാട് പാക്കേജസ് അവിടെ അവൈലബിൾ ആണ്. സൺസെറ്റ് വ്യൂസ്, ടൂർ പാക്കേജസ് ഒരുപാടുണ്ട്. സ്നോർക്കലിംഗ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ബട്ട് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ക്ലൈമറ്റ് ഈസ് നോട്ട് ഗുഡ്. സോ ഞങ്ങളിത് മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നില്ല അത് തന്നെ. You can see the other boats are starting there. ഇത് ജസ്റ്റ് സ്ലോയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ സ്പീഡ് കൂടും. സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ കുറച്ചുള്ളിലേക്ക് ഒരുപാട് പോയി കഴിഞ്ഞിട്ടാണ് ഡോൾഫിൻ നമുക്ക് കാണാൻ പറ്റുക. ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാണാൻ പറ്റുമോ. ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ത് ചൂട് സ്റ്റാർട്ട് ചെയ്യുന്ന, തണുപ്പൊക്കെ മാറി ചൂട് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലാണ് പോകുന്നത്. ദെൻ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം ഓയിലോ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. ബട്ട് പിന്നെ അത് ഗ്രാജുവലി ഒരു പായൽ പോലത്തെ ത്രൂ ഔട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ ഒരു കുറേ ട്രാവൽ ചെയ്തപ്പോഴത്തേക്ക് അതിലെല്ലാം അത് കാണാം. നിങ്ങൾക്കിപ്പോൾ ഡോൾഫിൻ കാണാം. നമ്മൾ കുറച്ച് ട്രാവൽ ചെയ്തിങ്ങ് വന്നു കേട്ടോ, അകത്ത് വന്നു, ഡോൾഫിനെ കാണാൻ തുടങ്ങി. കുറേ ബോട്ട്സ് ഇതുപോലെ റൗണ്ട് ചെയ്ത് കിടപ്പുണ്ട്, നമ്മൾ നിൽക്കുന്ന പോലെ തന്നെ. ഇത് ക്യാമറ സൂം ചെയ്തെടുത്തതാണ്. നമ്മൾ കുറച്ചുകൂടെ ക്ലോസിലേക്ക് പോകും. ഞങ്ങളിങ്ങ് പുറകിലേക്കായിരുന്നത്. ഞങ്ങൾക്ക് സീറ്റ്, ഞങ്ങളുടെ കൂടെ വന്ന 2 പേരും ഞങ്ങൾക്ക് പുറകിലാണ് കിട്ടിയത്. ബട്ട് കുട്ടികൾക്ക് ഫ്രണ്ടിലാണ് കിട്ടിയത്. സോ അവർക്ക് കുറച്ചുകൂടെ നല്ല വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരിങ്ങ് പുറകിലേക്ക് വന്നു. ഇത് അത്യാവശ്യം സ്പീഡ് കുറഞ്ഞിട്ടാണ് നമ്മളിവിടെ എത്തുന്നത്. നല്ല സ്പീഡിലാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ക്യാമറയിൽ. ഉണ്ട്, നിങ്ങൾക്ക് കാണാം ഒരുപാട് ബോട്ട്സ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കിടപ്പുണ്ട്. ഇതിനിടയ്ക്ക് ഡോൾഫിൻ, യെസ്, ഒമാൻ്റെ ഫ്ലാഗ് നമ്മൾ ഒബ്സർവ് ചെയ്ത് അവിടെ കാണാൻ പറ്റും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, എസ്പെഷ്യലി ഫോർ കിഡ്സ്. അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഈ ക്യാമറയിൽ കാണുന്നതല്ല, ഇതിൽ കൂടുതൽ കുറച്ചുകൂടെ കാണാൻ പറ്റി. ബട്ട് അറ്റ് ദാറ്റ് മൊമെൻറ്റ് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാമറ യൂസ് ചെയ്തില്ല. ഇത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം എടുത്തതാണ്. നന്ദ അപ്പോഴത്തേക്ക് പുറകിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ മാറി ഡോൾഫിൻ വാച്ചിങ് കഴിഞ്ഞ്, ഇത്രയൊന്നുമല്ല, ഒരുപാട് സമയം ഉണ്ടായിരുന്നു. ബട്ട് അത്രയും ഞാൻ കവർ ചെയ്തിട്ടുള്ളൂ. പുറകിലേക്ക് വന്ന് അത്യാവശ്യം സ്പീഡിൽ പോവുകയാണ്. നമ്മൾ കുറച്ചുകൂടെ മാറി സൈഡിലേക്ക് വരുമ്പോഴത്തേക്കുള്ള വ്യൂസാണ്. കുറേ റോക്സ്, ഒരു ഫോർട്ട്, പിന്നെ നമുക്ക് സ്നോർക്കലിങ്ങിന് പോയ ആൾക്കാരൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് കുറച്ചുകൂടെ മാറി കുറച്ചുകൂടെ തെളിഞ്ഞ സ്ഥലം. ആ പായലോ അതിൻ്റെ പ്രസൻസോ ഒന്നും നമുക്കിവിടെ അധികം ഉണ്ടാവില്ല. ഇത് കഴിഞ്ഞ് നമ്മളിങ്ങനെ സൈഡിലേക്ക് വരുമ്പോൾ ഇതാ കിട്ടുക. നമ്മൾ നല്ല സ്പീഡിലാണ് പോകുന്നതുകൊണ്ട് നമുക്കങ്ങനെ പേടിയൊന്നും ആവുമൊന്നുമില്ല. ബട്ട് ഫോണൊന്നും യൂസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാര്യം വെള്ളം ചെറുതായിട്ട് സ്പ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും. സൈഡിൽ നിന്ന് വീഴുമ്പോഴത്തേക്ക് നമുക്ക് ഫോണൊന്നും അത്ര എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ബാക്കിലും കൂടെ ഇരുന്നത്, ഏറ്റവും പുറകിലായിട്ട് സൈഡ് സീറ്റായിരുന്നു. കുറച്ചുകൂടെ
മാറി അതിൻ്റെ കോർണർ ചേർന്ന് നമ്മൾ പോവുകയാണേ. ആ പായലിൻ്റെ പ്രസൻസ് നമുക്ക് കുറഞ്ഞ് കുറഞ്ഞ് വരിക. അല്ല, ഞാൻ ആ പറഞ്ഞ ഫോർട്ട് ഒരു ഫാക്ടറി പോലെയൊക്കെ തോന്നുമ്പോൾ അത് ഫോർട്ടാണെന്നാണ്. ഓൾഡ് ഒരു ഫോർട്ട് പോലെ ഉള്ളതാണ്. കുറച്ചുകൂടെ നല്ല വ്യൂസ് കിട്ടും. യെസ്, ദിഗ്ന എൻ്റെ ഫാമിലി ഫ്രണ്ടെന്ന് പറഞ്ഞില്ലേ. ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തതാണേ. യാ, ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതൊരു സിയുടെ അപ്പിയറൻസ് ഒന്നുമില്ല, നല്ല ഒഴിഞ്ഞ്. ഇവിടെയാണ് സ്നോർക്കലിങ് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. സ്നോർക്കലിങ്ങിന് വന്ന് കൂടുതൽ ജെൻസിനെ, ലേഡീസും ഉണ്ട് ജെൻസും ഉണ്ട്. കൂടുതലും ജെൻസാണ്. കുട്ടികളെ അങ്ങനെ അവിടെ നമ്മൾ കണ്ടില്ല. കുട്ടികൾ നമ്മൾ ക്ലൈമറ്റും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ പോകാതിരിക്കുന്നതാണ് നല്ലത്. നോക്കൂ, വെള്ളം നോക്കൂ, തെളിഞ്ഞ വെള്ളം. നേരത്തെ കണ്ട പായലിൻ്റെ പ്രസൻസ് ഒന്നും നമുക്കിവിടെ ഉണ്ടാവില്ല. ഞാൻ സ്നോർക്കലിംഗ് എന്ന് പറഞ്ഞില്ലേ, അവിടെ ഒരു വലിയൊരു ബോട്ട് പോലെ. അതിൽ നിന്ന് ആൾക്കാർ ക്ലോസ് വ്യൂ കിട്ടിയില്ല, എടുക്കാനും പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു. നന്ദയ്ക്ക് അതിലൂടെ പോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, ബട്ട്